വില കൂടുതലാണ്. ഒരു പ്രൊഡക്റ്റ് അല്ലെങ്കിൽ സർവീസ് സെല്ല് ചെയ്യാൻ ശ്രമിക്കുന്ന സമയത്ത് ബിസിനസ് സ്ഥാപനങ്ങൾ ഫേസ് ചെയ്യുന്ന ഏറ്റവും പ്രധാന ഒബ്ജക്ഷൻ ഇതാണ്. ഇത് നേരിടാനുള്ള സ്ട്രാറ്റജി പ്രാഥമികമായി ഒരു സെയിൽസ് അല്ലെങ്കിൽ മാർക്കറ്റിംഗ് സ്ട്രാറ്റജി അല്ല. അത് തുടങ്ങുന്നത് പ്രൊഡക്റ്റ് ഡിസൈനിലാണ്. ഏത് പ്രൊഡക്റ്റ് സെല്ല് ചെയ്യണമെന്ന് തീരുമാനിക്കുന്നിടത്താണ്. കഴിഞ്ഞ ദിവസം നമ്മൾ പ്രൈസിങ് ബേസിക്സ് ഡിസ്കസ് ചെയ്തു. അതിൽ നമ്മൾ പറഞ്ഞിരുന്നു പെർസീവ്ഡ് വാല്യൂ എപ്പോഴും പ്രൈസിനേക്കാൾ കൂടുതലായിരിക്കണം. ഒരു പ്രൊഡക്റ്റിൻ്റെ മൂല്യം പ്രൈസിനേക്കാൾ കൂടുതലാണെന്ന് പെർസീവ് ചെയ്താലാണ് കസ്റ്റമർക്ക് പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യാനുള്ള മോട്ടിവേഷൻ ഉണ്ടാവും. നിങ്ങൾ സ്വന്തമായി ഡിസൈൻ ചെയ്ത് ഡെവലപ്പ് ചെയ്ത ഒരു പ്രൊഡക്റ്റാണ് നിങ്ങൾ സെല്ല് ചെയ്യുന്നതെങ്കിൽ ആ വാല്യൂ ഉള്ള രൂപത്തിൽ പ്രൊഡക്റ്റ് ഡിസൈൻ ചെയ്യുക എന്നുള്ളത് ഏറ്റവും പ്രധാനമാണ്. നിങ്ങളുടെ ടാർഗറ്റ് കസ്റ്റമർ ഉയർന്ന വാല്യൂ പെർസീവ് ചെയ്യുന്ന പ്രൊഡക്റ്റുകൾ തന്നെ കസ്റ്റമറുടെ മുന്നിലേക്ക് എത്തിക്കുക, ക്യൂറേറ്റ് ചെയ്യുക എന്നുള്ളതാണ് നിങ്ങൾ ആദ്യം ചെയ്യേണ്ട കാര്യം. അത് കഴിഞ്ഞിട്ടാണ് ഈ വാല്യൂ എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം എന്നുള്ളതിലേക്ക് നമ്മൾ എത്തുക. സെയിൽസിലൂടെ ആവാം, മാർക്കറ്റിങ്ങിലൂടെ ആവാം. അപ്പോൾ സെയിൽസ്, മാർക്കറ്റിംഗ് ഇതിലേക്കൊക്കെ എത്തുന്നതിന് മുമ്പ് പ്രൈസിങ് ഒബ്ജക്ഷനെ ഡീൽ ചെയ്യാനായിട്ട് നമ്മൾ പ്രൊഡക്റ്റ് ഡിസൈൻ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ പ്രൊഡക്റ്റ് ക്യൂറേറ്റ് ചെയ്യുന്ന സമയത്ത് ഒരു തീരുമാനം എടുക്കേണ്ടതുണ്ട്.